മാതാ അമൃതാനന്ദമയി ദേവിയെയും അമൃതപുരി ആശ്രമത്തെയും മോശമായി ചിത്രീകരിക്കാനായിട്ട് മുമ്പും പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട്. അന്ന് എന്തൊക്കെ മാർഗങ്ങളാണോ അവർ ഉപയോഗിച്ച് പരാജയപ്പെട്ടത്, അതേ മാർഗങ്ങൾ തന്നെ ഇപ്പോഴും പൊടിതട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അമൃതവർഷം 72 എന്ന അമ്മയുടെ ജന്മദിനം ലോകം മൊത്തത്തിൽ കൊണ്ടാടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ, അത് പല പല താല്പര്യങ്ങൾ അതിന് പിന്നിലുണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ ചില മാധ്യമ സ്ഥാപനങ്ങൾ കൂടി പെരുമാറുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏതെങ്കിലും ഇൻഡിവിജ്വൽസ് ആണ് അത് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെയല്ല. ഒരു മാധ്യമത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഫാക്ട് ചെക്കിങ്ങിനും ഒരു ലീഗൽ സെല്ലും എല്ലാം ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഈ ഉയർത്തുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ്, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇതിന്റെ നിയമവശം എന്താണ്, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഗവേഷണം നടത്തി ആധികാരികമായിട്ടുള്ള ഒരു നിയമോപദേശം കിട്ടിയതിന് ശേഷം അപകീർത്തികരമായേക്കാവുന്ന ഒരു വാർത്ത പ്രക്ഷേപണം ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ധാരാളം അവന്യൂസ് ഉള്ള ഒരു കാലത്താണ് നമ്മളിപ്പോ പ്രവർത്തിക്കുന്നത്. ഇവർക്കൊക്കെ തന്നെ നിറയെ സ്റ്റാഫും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ടും ഇങ്ങനെ അമ്മയെ അല്ലെങ്കിൽ ആശ്രമത്തിനെയൊക്കെ തന്നെ വിലിഫൈ ചെയ്യുന്ന രീതിയിലത്തേക്ക് വളരെ നീചവും ഹീനവുമായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ടാർഗറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മുടെ നാട്ടിലുള്ള മലയാളികൾക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് സത്നാം സിംഗ് എന്ന വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറേയധികം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ആൾക്കാർക്കെല്ലാം മനസ്സിലായതിനു ശേഷവും അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ മരണം നടന്നിരിക്കുന്നത് ആശ്രമത്തിലല്ല എന്നും അത് പോലീസ് കസ്റ്റഡിയിൽ അഥവാ സ്റ്റേറ്റിന്റെ കസ്റ്റഡിയിൽ വെച്ചാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരൊന്നും തന്നെ ബോധേഡ് അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ പ്രോട്ടോകോളിലോ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിലോ ഒന്നും തന്നെ അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന ഒരാളിന്റെ കാര്യത്തിൽ ആശ്രമത്തിന് യാതൊരു വിധത്തിലുള്ള പങ്കും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അന്ന് എന്ത് ക്യാമ്പയിനാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് തന്നെ ഇപ്പോഴും ഉപയോഗിക്കുകയാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണ സംഘമോ കോടതിയോ ഒന്നും തന്നെ ആശ്രമത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായതായിട്ട് നാളിതുവരെ പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇഗ്നറന്റ് ആയിട്ടുള്ള ഒരു സാധാരണക്കാരന് ഈ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അയാളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ കളക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എഡിറ്റോറിയൽ ബോർഡുള്ള എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം ഇതേ ആരോപണങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ടാർഗറ്റഡ് ആയിട്ട് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതേപോലെ തന്നെയാണ് മുമ്പുണ്ടായിരുന്ന ഒരു വിവാദമായിട്ടുള്ള അഭിമുഖം. അത് ഇന്ന് MP ആയിരിക്കുന്ന ജോൺ ബ്രിട്ടാസിന് ഒരാൾ നൽകിയിരിക്കുന്ന അഭിമുഖമാണ്. അതിൽ വന്നിരിക്കുന്ന ആരോപണങ്ങൾ നോക്കൂ. മൂന്നാമതൊരാൾ ശരിവെക്കാത്ത ആരോപണങ്ങൾ, ആരെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം തന്നെ ഫ്ലാറ്റ്ലി റെഫ്യൂസ് ചെയ്തിരിക്കുന്ന, നിഷേധിച്ച ചരിത്രം മാത്രമുള്ള ആരോപണങ്ങളാണ്. എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും തന്നെ ആശ്രമത്തിനെതിരെയോ അല്ലെങ്കിൽ അമ്മയ്ക്കെതിരെയോ ഒരു കേസ് പോലും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറിറ്റുമില്ലാത്ത ആരോപണങ്ങളാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള നീചമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഹീനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിനെ റീപർപ്പസ് ചെയ്തിട്ട് ഇങ്ങനെ അമ്മയുടെ 72ാമത് ജന്മദിനം ലോകമൊട്ടാകെ ആഘോഷിക്കുന്ന സമയത്ത് അതിൽ വലിയ രീതിയിലത്തേക്കുള്ള അസൂയയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണമാണ്. നമ്മൾ ഒരു കണക്കിന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗമാണ് അമ്മയെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് അവർക്ക് പോലും മനംമാറ്റം ഉണ്ടായിട്ടുണ്ട്. അവർ പോലും അമ്മ ചെയ്യുന്ന പ്രവൃത്തികളെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആശ്രമം ചെയ്യുന്ന ചാരിറ്റി വർക്ക് ആണെങ്കിലും ഹ്യൂമാനിറ്റേറിയൻ വർക്ക് ആണെങ്കിലും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നൽകുന്ന കോൺട്രിബ്യൂഷനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോ പണ്ട് ഒരുപക്ഷെ യുക്തിവാദികൾ ഒരു സമയത്ത് അമ്മയെ വളരെ നിശിതമായിട്ട് വിമർശിച്ചിരുന്നതാണ്. പക്ഷെ അവരിൽ പോലും സമീപനത്തിൽ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള കുറെ കാര്യങ്ങൾ അമ്മയും ആശ്രമവും അവിടെ ചെയ്യുന്നുണ്ട്. ശാസ്ത്രത്തിനെ ആത്മീയതയെ ഒക്കെ തന്നെ ഒരേ സമയം ഒരേപോലെ പുണരുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ അമ്മയ്ക്ക് സാധിക്കുന്നത് പോലെ മറ്റാർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇപ്പൊ വന്നിട്ട് സയന്റിഫിക് ടെമ്പറിനെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അമ്മ നൽകുന്ന പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ വളരെ ഹൈ ക്വാളിറ്റിയിൽ നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സർവകലാശാലകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഗവേഷണത്തിനെ കുറിച്ച്, വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിനെ പറ്റി, ഈ കാര്യങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആരോഗ്യ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാശുപത്രി എന്നല്ല, ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിനെ അതിന്റെ ഏറ്റവും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള മാർഗത്തിൽ കൂടി ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് പ്രാപ്തമാക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ആൾക്കാരുടെ കണ്ണീരൊപ്പുന്ന, എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്ന ഒരമ്മയ്ക്കല്ലാതെ ആർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും? അഫോർഡബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അഫോർഡബിൾ ആയിട്ടുള്ള
മെഡിക്കൽ സൗകര്യങ്ങൾ, ലോകമെമ്പാടും നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ. അതിൽ തന്നെ പ്രത്യേകമായിട്ട് പറയേണ്ടത് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഭൂകമ്പം പോലെയുള്ള ദുരിത കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ദുരിത മേഖലകളിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ മാത്രമല്ല, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഇതിലുണ്ട്. നമുക്കറിയാം യുദ്ധം നടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെ റിസോഴ്സുകളാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ചാനലൈസ് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. പിന്നീട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഒരുപക്ഷെ ഒരു സർക്കാരിന് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന, എന്നാൽ സർക്കാർ അത് ചെയ്യുന്ന സമയത്ത് അതിലെ ആത്മാർത്ഥതയെ പറ്റി ആൾക്കാർ പോലും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും എത്ര ക്ലാരിറ്റിയോടുകൂടി ആരോപണങ്ങളില്ലാതെ സത്യസന്ധതയോട് കൂടിയിട്ടാണ് അമ്മ പൂർത്തീകരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ശുചീകരണ ദൗത്യങ്ങളായിക്കോട്ടെ, നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക്, ട്രാൻസ് വിഭാഗത്തിന്, സ്ത്രീകൾക്ക് പ്രത്യേക നൽകുന്ന പരിഗണനകൾ, അവർക്ക് വേണ്ടി നൽകുന്ന സൗകര്യങ്ങൾ, ആൾക്കാർക്ക് തൊഴിലുകൾ കൊടുക്കുക, അതും സ്വയം തൊഴിൽ, നൈപുണ്യ പരിശീലനം, മറ്റ് വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾ. നമുക്കറിയാമല്ലോ ഈ സ്വാശ്രയ ഗ്രാമ നിർമ്മാണം എന്ന് പറയുന്ന 100-ലധികം ഗ്രാമങ്ങളിലേക്ക് എല്ലാവിധ ഫെസിലിറ്റികളും ഉള്ള രീതിയിലത്തേക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന, കുടിവെള്ളമൊക്കെ തന്നെ കൃത്യമായി കൊടുക്കുന്ന പദ്ധതികളെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന, പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ പോലെ തന്നെ നടപ്പാക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന, ഇങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ ഈ മനുഷ്യരാശിക്ക്, ഞാൻ പറയുന്നത് കേവലം ഈ അമൃതപുരി ആശ്രമം ഇരിക്കുന്നതിന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്കല്ല, മറിച്ച് അവിടെ ഒരു പ്രഭവ കേന്ദ്രം എന്ന രീതിയിൽ തുടങ്ങിയിട്ട് ലോകം മൊത്തം, ഒരുപക്ഷെ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് പോലും പല ഫെസിലിറ്റികൾ കൊണ്ടുപോകുന്ന ഒരാളിനെ കുറിച്ച് ഈ രീതിയിലത്തേക്ക് എന്നോ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ആൾക്കാർ തള്ളിക്കളഞ്ഞ, പുച്ഛിച്ചിരിക്കുന്ന, ഒരു തരത്തിലുള്ള തെളിവും ഹാജരാക്കാൻ കഴിയാത്ത ആരോപണങ്ങൾ കൊണ്ട് ഒരു വെരിഫിക്കേഷൻ ക്യാമ്പയിൻ നടത്താനായിട്ട് ആൾക്കാർ ശ്രമിച്ചാൽ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പ്രൊപ്പഗണ്ടയിൽ മാത്രം വിശ്വസിക്കുന്ന കുറേയധികം മനുഷ്യർ, കുപ്രചരണം നടത്താൻ ഇവർക്ക് ധാരാളം സമയം ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് മാത്രമാണ് എന്നെ പോലെ ഒരാൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അവരുടെ റീച്ചിന് അപ്പുറത്താണ് അമ്മ, അവരുടെ റീച്ചിന് അപ്പുറത്താണ് അമ്മയുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് അമ്മയെ ആൾക്കാർ വിശേഷിപ്പിക്കുന്ന സമയത്ത് ലോകത്തിന്റെ തന്നെ അമ്മ എന്ന രീതിയിലത്തേക്ക് പറയുന്നത്. ഞാനിത് പറയുന്ന സമയത്ത് ഞാൻ അല്പം ഇമോഷണലായി മാറുന്നുണ്ട്. കാരണം അമ്മയുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഒരു തരത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടാത്ത രീതിയിലത്തേക്കുള്ള പ്രവർത്തനങ്ങളിൽ അമ്മ ചെയ്യുന്നതിനെ കുറിച്ച് നേരിട്ട് അമ്മയുടെ വായിൽ നിന്ന് തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തുള്ള ആൾക്കാർക്ക്, കുട്ടികൾക്ക്, ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ തന്നെ ഏറ്റവും അടിസ്ഥാന സൗകര്യം നൽകുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു, പണ്ട് ഇവരൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഈ മത്സ്യത്തൊഴിലാളി, മത്സ്യബന്ധനം ജീവിതമാർഗമാക്കിയിരിക്കുന്ന ആള്, ആട്ടെ, അങ്ങനെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ലോകത്തിന് വെളിച്ചമാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്ത് തരത്തിലുള്ള സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? സ്വയം ശാക്തീകരിക്കപ്പെട്ട ഒരു സ്ത്രീ ലോകം മുഴുവൻ ശാക്തീകരിക്കുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടാകുന്ന സമയത്ത് അതിനെ നോക്കി ഈ കൊഞ്ഞനം കൊത്താനായിട്ട് ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ പുച്ഛിക്കുക, തള്ളിക്കളയുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അമ്മ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇവരുടെയൊക്കെ റീച്ചിന് മുകളിലാണ്. അവരൊക്കെ എത്ര ഓരിയിട്ട് കഴിഞ്ഞാലും അത് അമ്മയുടെ പ്രഭാവത്തിനെ അല്പം പോലും മങ്ങലേൽപ്പിക്കുന്നതല്ല. ഒരു സാധാരണക്കാരന്, വളരെ ഇഗ്നറന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുള്ള, ഒരുപക്ഷെ പത്രത്തിൽ വായിച്ചിട്ടുള്ള ഒരു കാര്യത്തിന്റെ പേരിൽ പിന്നീട് അതിനെക്കുറിച്ച് നിരന്തരം ഫോളോ അപ്പ് ചെയ്യാതെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും അതേ സസ്പീഷനോടുകൂടി ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തിനെയോ ഒക്കെ നോക്കുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു മാധ്യമ സ്ഥാപനം അത് ചെയ്യുക എന്ന് പറയുന്നത് യാതൊരു തരത്തിലും പൊറുക്കപ്പെടാൻ കഴിയുന്ന ഒരു തെറ്റല്ല. കാരണം ഒരു മാധ്യമ സ്ഥാപനത്തിന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അത് ഒരു വ്യക്തിയുടെ കാര്യമല്ല, മറിച്ച് ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആൾക്കാർ അതിലുണ്ട്. അതിനൊരു എഡിറ്റോറിയൽ ബോർഡുണ്ട്, ഒരു പോളിസി ഉണ്ട്, അവർക്ക് ഒരു ഫാക്ട് വെരിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്, അവർക്കൊരു ലീഗൽ സെല്ലുണ്ട്. അപ്പൊ അവരൊരു കാര്യത്തിൽ ഒരു ആരോപണം, പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ആരോപണം, ആ ആരോപണത്തിനെ വീണ്ടും അവർക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുമ്പോൾ അതിന്റെ വസ്തുതകൾ എന്തായിരുന്നു എന്ന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അവന്യൂസും എല്ലാവിധ റിസോഴ്സസും അബൻഡന്റ് ആയിട്ട് ലഭിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഒരു മാധ്യമ സ്ഥാപനമാണ്. അങ്ങനെയുള്ള മാധ്യമ സ്ഥാപനം വളരെ ടാർഗറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ, അതും ഇങ്ങനെ ഒരു സമയം അതിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം, ഒന്ന്, അവർക്ക് അമ്മയ്ക്ക് കിട്ടുന്ന ആഗോള അംഗീകാരത്തിൽ അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ട്, അതുകൊണ്ട് തന്നെ അമ്മയുടെ കീർത്തിയെ ഏതെങ്കിലും രീതിയിൽ കളങ്കപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഇപ്പൊ ഈ പഴയ കാര്യങ്ങളെല്ലാം റീപർപ്പസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലായിട്ടാണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലാണെങ്കിലും അമ്മയ്ക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഗൂഢചിന്ത അതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല, നിഷ്കളങ്കമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമല്ല, മറിച്ച് അങ്ങേയറ്റം ഹീനമായിട്ടുള്ള, നീചമായിട്ടുള്ള, ടാർഗറ്റഡ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ ക്യാമ്പയിനാണ്. പലപ്പോഴും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
അമൃതാനന്ദമയി മഠം അല്ലെങ്കിൽ അമൃതപുരി എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള ആരോപണങ്ങളുടെ പിന്നാലെ പോവുകയോ അല്ലെങ്കിൽ അതിന് ഫൈറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാനായിട്ട് മെനക്കെടാറില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായിട്ടുള്ള ഒരു ലോകം അവരുടെ മുന്നിലുണ്ട്. അവർക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അവരവരുടെ ശ്രമം സമൂഹത്തിന് വേണ്ടിയിട്ട് ദാനം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഏതൊക്കെ മേഖലകളിലാണോ അവരവരുടെ എനർജി ഫോക്കസ് ചെയ്യേണ്ടത്, ആ ശ്രമങ്ങളെ പാഴാക്കി കളയാതെ അവരുടെ ഊർജ്ജം പാഴാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവർക്ക് കൂടുതലായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. കാരണം നമുക്ക് അമ്മയെ എന്തും പറയാം, മതത്തിന് എന്തും പറയാം, ആശ്രമത്തിന് എന്തും പറയാം, അമൃത ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എന്തും പറയാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അതിനെ തകർക്കാൻ പോകുന്നത് അമ്മയുടെ ഭക്തരായിട്ടുള്ള വിശ്വാസികൾ, അമ്മയുടെ മക്കളായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അമൃത ആശ്രമമോ അല്ലെങ്കിൽ മഠമോ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അമ്മ തന്നെയോ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇവരുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ്, ഇവരുടെയൊക്കെ വ്യൂവേഴ്സും ഒക്കെ പറയുന്നതിൽ അമ്മയുടെ വിശ്വാസികളായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്, ബഹുജനമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം അമ്മയുടെ മക്കൾ എന്ന് പറയുന്നത് സാധാരണക്കാരുൾപ്പെടെ ഓരോ മേഖലകളിലും അതിശ്രേഷ്ഠമായിട്ടുള്ള പ്രിവിലേജ്ഡ് പൊസിഷനുകളിൽ ഇരിക്കുന്ന ആൾക്കാർ വരെയാണ്. അപ്പൊ അവർക്കെല്ലാം എന്തുകൊണ്ടാണ് അമ്മയോട് ഒരു കണക്ട് ഉണ്ടാകുന്നത്? ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രത്യേക ഗുണമുണ്ടാകണമെന്ന രീതിയിലല്ല, അമ്മയുടെ റെക്കമെൻഡേഷനിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്നതിന്റെ പേരിലല്ല. മറിച്ച് ജീവിതത്തിൽ വെൽ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ശ്രമം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുമ്പോൾ ആ ഒരു മഹാസാഗരത്തിലെ ഒരു തുള്ളിയായി മാറാനായിട്ട് ആഗ്രഹിച്ചു വരുന്നവരാണ്. അമൃത ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കൂ, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ആരോഗ്യ സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ നോക്കൂ, അവിടെ ശ്രമം ദാനം ചെയ്ത് പ്രവർത്തിക്കുന്ന എത്രയോ വിദഗ്ധരായിട്ടുള്ള വിദ്യാഭ്യാസ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, എത്രയോ പ്രശസ്തരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്. അവരുടെയൊക്കെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് അവരൊരു ഘട്ടം എത്തുമ്പോൾ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് അമ്മയുടെ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നദികളും ഇങ്ങനെ സമുദ്രത്തിലേക്ക് ഒഴുകി വരുന്നു എന്ന് പറയുന്നത് പോലെ അവരൊരു സമുദ്രം ഒരു നദിയായിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഒരു അരുവിയായിട്ട് വന്നിട്ട് ഒരു വെള്ളത്തുള്ളിയായി വന്നിട്ട് ആ മഹാസാഗരത്തിൽ അലിയുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അപ്പൊ ഇതെല്ലാം അവർക്ക് ഞാൻ എന്ന ഇൻഡിവിജ്വൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടണം എന്നുള്ള താല്പര്യത്തിലല്ല, മറിച്ച് ഇതെല്ലാം അമ്മയുടെ പ്രവൃത്തി എന്ന രീതിയിലത്തേക്ക് അറിയപ്പെടണം. അമ്മയുടെ ആ ശ്രമങ്ങൾക്ക്, ആ തരത്തിന് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള കരുത്ത് പകരുന്നതിന് എനിക്ക് സാധിച്ചാൽ അത് ചെയ്യണമെന്ന താല്പര്യമുള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു ഹ്യൂജ് സ്പിരിച്വൽ എംപയർ ആണത്. അത് പൂർണ്ണമായിട്ടും സ്പിരിച്വൽ എംപയർ ആണ്. അപ്പൊ അതിനെ ഒരു മാഫിയ പോലെ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ഹീനമാണ്. അല്ലാതെ വേറെ വാക്ക് പറയാനല്ലോ. ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കിൽ പോലും ഹീനം, നീചം എന്നതിനപ്പുറത്തേക്ക് മറ്റു വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത്ര മോശമായിട്ടുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ മലയാളികൾ ഇത് കാണുന്നുണ്ട്, ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ഏതൊരു മേഖലയിലാണെങ്കിലും ഒരാള്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കീർത്തി വർദ്ധിക്കുന്ന സമയത്ത് അതിനെ വലിച്ചു താഴെയിടുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിൽ, ഒരുപക്ഷെ സ്പിരിച്വാലിറ്റിയുടെ പേരിലുള്ള വിദ്വേഷം കൊണ്ടായിരിക്കാം, സ്വന്തമായിട്ടുള്ള പൊളിറ്റിക്കൽ താല്പര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നവരാകാം, ഇങ്ങനെയുള്ള പല പല താല്പര്യങ്ങളുള്ള, ഗൂഢമായിട്ടുള്ള താല്പര്യങ്ങളുള്ള നിരവധി ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വോയിസസ് അവിടെ ഉണ്ടാകും. മുമ്പ് അത് ഉണ്ടായിരുന്നു, ഇന്നതുണ്ട്, നാളെയും ഉണ്ടാകും. അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നു അമ്മയുടെ മക്കൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ ആരോപണങ്ങൾക്ക് അത് ഉയർന്നു വന്നിരുന്ന സമയത്ത് പോലും അമ്മയുടെ പ്രഭാവത്തിന് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള കളങ്കം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ആ കീർത്തി ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് തടയാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അത് നാൾക്ക് നാൾ മേൽക്കുമേൽ വർദ്ധിച്ചു വരുന്നു എന്നത് മാത്രം നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെത്ര പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവർക്കൊന്നും റീച്ച് ചെയ്യാൻ കഴിയാത്ത ഉയരങ്ങളിലാണ് അമ്മയും അമ്മയുടെ പ്രവർത്തനങ്ങളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഉറപ്പാണ് അമ്മയുടെ എല്ലാ മക്കളും ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള സർക്കാരുകൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് ഒരു സമൂഹമായിട്ട്, ഒരു സമാജമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഒരു പക്ഷെ അമ്മയുടെ വിശ്വാസികളായിട്ടുള്ള മക്കളോട് പറയാനുള്ളത്.